എല്ലാ ദിവസം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഷിൻജാനെ പിക്ക് ചെയ്യാൻ പോവാണ്. ഷിൻജാന് എന്താണ് നമ്മൾ രാവിലെ തന്നെ വിളിച്ചിരുന്നു. ഓന് വില്ലേജിലുണ്ട്, ആണ്ട് പോയി ഓൻ അമ്മായിനോടൊക്കെ വന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആണ്ട് പോകുന്നാൽ നമ്മൾ ബൈക്കായിട്ടാണ് പോണേ. കാറ് ഒന്ന് ഒരു വൃത്തിയില്ല. നേരെ ടൂറായി വന്ന് കണ്ട് നമ്മളവിടെ ഇട്ടതാണ്, പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് അതാ ഗൈസ് റോക്കിനോട് പറയാൻ പറഞ്ഞേ. എടാ റോക്കിയേ, എന്താ? ഞാൻ ഷിൻജാനെ പിക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ റോക്കിനോട് പറഞ്ഞിട്ടുണ്ട് ഗൈസ്, നമുക്ക് വേഗം ബൈക്ക് എടുത്താണ്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ പോകുന്നുണ്ട്. വയ്യ തെറ്റാതെന്നാൽ മതി കേട്ടോ ഗൈസ്. നമുക്ക് നേരെ ഇവിടേക്ക് പോവാം. കുറച്ച് സ്പീഡിൽ തന്നെ പോവാം നമുക്ക്. ഇനി വയ്യൊന്നും തെറ്റാതെ നമുക്ക് നല്ല സ്പീഡിൽ തന്നെ പോകാം. അപ്പോൾ നമ്മൾ ജംഗിളിൻ്റെ അവിടെയൊക്കെ എത്തിയത്. നമുക്ക് ഇനി ഇവിടുന്ന് കുറേ വിടാണ്ട്. വയ്യ തെറ്റിയോ എന്നൊരു ഡൗട്ട്. ഇല്ല നമുക്ക് നേരെ പോകാനുണ്ട്. നമുക്ക് നേരെ വണ്ടി വിടാം. നമ്മൾ അവിടെ എത്താനായിട്ടില്ല, കുറച്ചും പാടൊക്കെ പോകാനുണ്ട്. ഇവിടുന്ന് ഒരു വളവ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ആ വില്ലേജ് ഭാഗത്ത് മുഴുവൻ മണലാണ്. വണ്ടിയൊക്കെ ഒരു കഥ. ഇപ്പം നമ്മൾ മണലിലെത്തി. നമ്മൾ അവിടെ വില്ലേജ് എത്താനായിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് കാണുന്നതാണ് വില്ലേജ്. നമുക്ക് നേരെ അവിടെ ഒരു വലിയ ഷെഡുണ്ട്, രണ്ടെണ്ണം. ആ ഷെഡിൻ്റെ ഉള്ളിൽ കയറണം. വണ്ടി ബ്രേക്ക് ഇട്ടാതെ നമ്മൾ നേരെ അറിയാതെ പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വളച്ചതിൻ്റെ ശേഷം ഷിൻജാനെ പിക്ക് ചെയ്യാൻ വണ്ടിനെ ഇതിനുള്ളിൽ പോകാം. ഷിൻജാനിൻ്റെ അമ്മായിൻ്റെ വീട് ഏതാ നമുക്കറിയില്ല, നമുക്ക് നോക്കണം. ജസ്റ്റായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട് ഗൈസ്. ഷിൻജാനെ ഇവിടെ നിന്ന് വിളിച്ചാൽ മതി. നമുക്ക് വണ്ടി ഉള്ളിലേക്ക് കയറ്റി നിർത്തിടാം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നല്ല ഡ്രിഫ്റ്റ് ചെയ്താണ് നിർത്തുന്നുണ്ട്. നല്ല പുകയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പുക ഒന്ന് മാറ്റിയിട്ട് ചെയ്യുക, വണ്ടീൻ്റെ കളറൊന്നും മാറ്റിയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷിൻജാനെ വിളിക്കാം. ഷിൻജാനെ നീ എവിടെ? എന്നായിക്കോട്ടെ, വേം വാ. നീ ബൈക്ക് അവിടെ വന്നു. അപ്പോൾ ഷിൻജാൻ വന്നിട്ടുണ്ട്. ഓ എന്നോട് ചോദിച്ചിട്ടുണ്ട് ബൈക്ക് മേലാണ് നീ വന്നിരിക്കണത്. അപ്പോൾ നമുക്ക് വേഗം വണ്ടി എടുത്ത് പോവാം. ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ചാടിച്ചാണ്ട് ഇറക്കണത്. നമുക്ക് നേരെ കണ്ട് പോകാം. നല്ല സ്പീഡിൽ തന്നെ പോവാം. ഷിൻജാൻ പറയണേ ഓൻ്റെ ബാക്കിൽ മൊത്തം പൊടിയാവുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് പൊടിയാണ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. നമ്മൾ വീട്ടിലോട്ട് വേഗം എത്തണം കേട്ടോ ഗൈസ്. ഇവിടെ തന്നെ കുറേ ടൈം ആവുമെന്നാണ് തോന്നുന്നത്. റോക്കി വേഗം വരാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്തൊക്കെ കാര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ആ കാര്യമൊക്കെ നമ്മൾ പ്ലാന് ജസ്റ്റായിട്ടൊന്ന് ഇടിച്ചാൻ പോയിട്ടുണ്ട്. അത് ജസ്റ്റായിട്ടൊന്ന് തെന്നി പോയതല്ലടാ എൻ്റെ ഷിൻജാനെ. നീ എന്താ ഇങ്ങനെ? നമുക്ക് വേഗം പോവാം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇനി കുറച്ചും പാടെ പോയാലുള്ളൂ. കുറച്ച് സ്പീഡിൽ തന്നെ പോകാം. കാരണം റോക്കി നമ്മൾ കാത്താണ് നിൽക്കുന്നത്. അപ്പോൾ റോക്കിക്ക് വേഗം ദേഷ്യം പിടിക്കുന്നതുകൊണ്ട് നമുക്ക് വേഗം പോകണം. റോക്കി ദേഷ്യം പിടിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും, അതാണ് പ്രശ്നം. അല്ലാതെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. നമ്മൾ പെരൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പോയാൽ നമ്മളെ പേരാണ്. നമ്മൾ മുമ്പ് കാണുന്നതാണ് നമ്മളെ പേര കേട്ടോ. ഷിൻജാൻ ഇതാണ് എൻ്റെ പേരാ. ഓക്കെ, ഗേറ്റ് ഒന്ന് തുറക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീട്? അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ട് നമുക്ക് ഷിൻജാനെ ഇവിടെ ഇറക്കാം. വണ്ടി ഒന്ന് മര്യാദയ്ക്ക് നിർത്തിടാം, ഒന്ന് ബാക്ക് വെച്ചാണ് നിർത്തിടാം. അപ്പോൾ നമ്മൾ വണ്ടി കിഡിലൊക്കെ നമ്മൾ പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് റോക്കിൻ്റെ അടുത്ത് പോയി കണ്ട് വർത്താനം പറയാം. എടാ റോക്കിയേ, ഇതാണ് ഷിൻജാന്. ഷിൻജാനെ സുഖമല്ലേ? സുഖമാണല്ലോ. എന്നാൽ നമുക്ക് രാജേട്ടനെ കാണാൻ പോവാ ഷിൻജാനെ. നമുക്ക് ഉള്ളിലേക്കാരം നമുക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.